പാലക്കാട് ഒറ്റപ്പാലത്ത് മധ്യവയസ്കനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്ന് പരാതി. പൊട്ടിച്ചിറ സ്വദേശി സന്തോഷ് കുമാർ എന്നയാളെ വീടിന്റെ സമീപത്ത് നിന്നാണ് കാറിൽ എത്തിയ സംഘം കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറിയാണ് സന്തോഷ് രക്ഷപ്പെട്ടത്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, എന്താണ് ഈ തട്ടിക്കൊണ്ടുപോകൽ നീക്കത്തിന് പിന്നിൽ നടന്നത്? വേണു, അക്കാര്യമാണ് ഇപ്പോൾ ഒറ്റപ്പാലം പോലീസ് അന്വേഷണ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇന്നലെ രാവിലെ വർക്ക്ഷോപ്പിലേക്ക് സ്കൂട്ടറിൽ പോകവെയാണ് വെള്ള സ്കോർപിയോ കാറിലെത്തിയ ഒരു സംഘം ഈ സന്തോഷ് കുമാറിന്റെ മുന്നിൽ നിർത്തി കാറിലേക്ക് ഇയാളെ വലിച്ചു കയറ്റാൻ ശ്രമം നടത്തിയത്. 4 പേരാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് സന്തോഷ് കുമാർ പറയുന്നത്. സംഘത്തിൽ നിന്ന് കുതറി മാറി സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറിയാണ് സന്തോഷ് കുമാർ രക്ഷപ്പെട്ടത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ റോഡിലൂടെ കടന്നു പോകുന്ന വൈറ്റ് സ്കോർപിയോ കാറാണ്. ഈ കാറിലാണ് ഈ സംഘം എത്തിയിരുന്നത്. ഈ സംഘം ഈ സ്കൂട്ടറിൽ പോകുകയായിരുന്നു, അല്ല സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്നു. വർക്ക്ഷോപ്പിലേക്ക് പോകുകയായിരുന്ന സന്തോഷ് കുമാറിന്റെ മുന്നിൽ വട്ടം വെച്ച് നിർത്തുന്നു. പെട്ടെന്ന് തന്നെ ആ വാഹനത്തിൽ നിന്ന് ആളുകൾ ഇറങ്ങി സന്തോഷ് കുമാറിനെ വാഹനത്തിലേക്ക് പിടിച്ചു കയറ്റാൻ ശ്രമം നടത്തുകയാണ്. അദ്ദേഹം വളരെ പ്രയാസപ്പെട്ടാണ് അവരിൽ നിന്ന് രക്ഷപ്പെട്ട് സമീപത്തുണ്ടായിരുന്ന ഒരു വീട്ടിലേക്ക് ഓടിക്കയറിയത്. തട്ടിക്കൊണ്ടുപോകാൻ മാത്രം തനിക്ക് ശത്രുക്കളൊന്നും തന്നെ ഇല്ല എന്നാണ് സന്തോഷ് പറയുന്നത്. ഇദ്ദേഹം നേരത്തെ മുംബൈയിൽ ഒരു സ്വർണ്ണാഭരണ നിർമ്മാണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവിടെ ജോലി ചെയ്തിരുന്നു. എന്നാൽ അവിടെ വെച്ചുണ്ടായ ചില തർക്കങ്ങളാണ് ആയിരിക്കാം ഈ ഒരു തട്ടിക്കൊണ്ടുപോകലിലേക്ക് നയിച്ചത് എന്നുള്ള സംശയം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ അത്തരത്തിലുള്ള ഒരു സാഹചര്യം മാത്രമേ പോലീസിന് നിലവിലെത്തിയ സാഹചര്യത്തിൽ കാണാൻ കഴിയുന്നുള്ളൂ. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ്. സന്തോഷിനെ ഇപ്പോൾ ഒറ്റപ്പാലം CI കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഒറ്റപ്പാലം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. ശരി, നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.